السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على عهدي. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ KV ഉസ്മാൻ സാഹിബ് അവറുകൾ, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ ഹസനി, മറ്റു വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായ സഹോദരന്മാർ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫള് കൊണ്ട് നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യം. ഉച്ചയ്ക്ക് മുതൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നബിദിന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിന്നായതുകൊണ്ടാണ് ഇങ്ങനെ ഉദ്ഘാടന കർമ്മത്തിന് മുമ്പ് നിർവഹിക്കപ്പെടേണ്ടി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ വിശദീകരിക്കുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കാർക്കും പരിചയപ്പെടുത്താതെ തന്നെ അറിയുന്ന, വളരെ ചെറുപ്പം മുതൽ തന്നെ നാമൊക്കെ കേട്ട് പരിചയമുള്ള, നമുക്ക് ദീന് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മയും വാപ്പയും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നാമമുണ്ട്, ഒരു പേരുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുട്ടികൾ, കുഞ്ഞുങ്ങൾ വരെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു നാമം. ആരാലും അംഗീകരിക്കപ്പെടാനും ആരാലും ഇത്തിബാ ചെയ്യാനും പിന്തുടരാനും അവകാശവും അംഗീകാരവുമുള്ള ഒരേ ഒരു നാമം, ലോകത്ത് മുഴങ്ങിക്കേൾക്കുന്ന ഒരേ ഒരു നാമം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിശുദ്ധമായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതിന് ഡ്രീംസ് ഓഫ് കിളിയങ്കുന്ന് എന്ന ഒരു സംഘം ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശദമായ ചർച്ചകളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ഗാനങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും നമുക്ക് ആവശ്യമില്ല. നമുക്കറിയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിനയത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും പര്യായമായി ലോകത്ത് അറിയപ്പെട്ട ഒരേ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി ഈ ലോകത്ത് അവതരിക്കാൻ അല്ലെങ്കിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് തന്നെ വലിയ പുണ്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, അന്തിമഘട്ടത്തിൽ മരണം ആസന്നമായി ഏറ്റവും വിഷമകരമായ ഒരു ഘട്ടത്തിൽ പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്തത് അവിടുത്തെ ഉമ്മത്തുകളാകുന്ന നമ്മെക്കുറിച്ച്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം, ഏറ്റവും അവൻ ഭൂമിയിൽ നിന്ന് വേർപ്പെടുന്ന ആ നിമിഷം, അവൻ ഏറ്റവും വേദനപ്പെടുന്ന, വേവലാതിപ്പെടുന്ന, ആവലാതിപ്പെടുന്ന ഒരു സമയമാണ്. ആ മരണത്തിന്റെ ഘട്ടം മഹാനായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കുന്ന ഒരു ഘട്ടം. മനുഷ്യൻ ഏറ്റവും പേടിക്കുന്ന അല്ലെങ്കിൽ വെറുക്കുന്ന, അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് മരണമെന്നത്. ആ മരണത്തിന്റെ അന്തിമ നിമിഷത്തിൽ പോലും അവിടുത്തെ ഉമ്മത്തുകളാകുന്ന നമ്മെക്കുറിച്ച് വേവലാതിയും ആവലാതിയും പരാതിയും ബോധിപ്പിച്ച ഒരേ ഒരു നേതാവ് സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നാമൊക്കെ ഓതുന്ന മൗലിദ് കിതാബിൽ നമുക്കറിയാം, നാം ഒരു ബൈത്ത് ചൊല്ലാറുണ്ട്. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച മങ്കൂസ് മൗലിദിൽ കാണാം, അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മഹാനായ പൊന്നാനിയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് രചിച്ച മങ്കൂസ് മൗലിദിന്റെ ഈരടികളിലൂടെ ചോദിക്കുന്നു, നബിയേ അൻത ഉമ്മുൻ അം അബുൻ
നബിയെ അങ്ങ് ഉമ്മയാണോ അതോ വാപ്പയാണോ? മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയെ ഞങ്ങളുടെ ഉമ്മയും വാപ്പയും തരാത്ത, ഞങ്ങളുടെ ഉമ്മയിലും വാപ്പയിലും കാണാത്ത ഒരുപാട് സ്നേഹങ്ങൾ, കരുണ നിങ്ങളിൽ കാണുന്നു നബിയെ. ഞങ്ങളുടെ സ്വന്തം ഉമ്മയിലും ഉപ്പയിലുമില്ലാത്ത കാരുണ്യം അങ്ങയിൽ ഞങ്ങൾ കാണുന്നു നബിയെ. അതുകൊണ്ട് അന്ത ഉമ്മുന്നമ്മബുൻ, ഉമ്മയോ അതോ വാപ്പയോ കണ്ടതില്ലിരു പേരിലും അങ്ങയെ പോൽ ഗുണഗണം സയ്യിദി ഖൈറൻ നബി. ഞങ്ങളുടെ ഉമ്മയിലും വാപ്പയിലും കാണാത്ത ഒരു ഗുണം അങ്ങയിൽ ഞങ്ങൾ കാണുന്നു നബിയേ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചതാണ്. നബിയെ അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണോ അതോ വാപ്പയാണോ? ചോദിക്കുന്നത് എന്തേ? മാ റഅയ്നാ ഫീഹിമാ ഖത്തു, ഞങ്ങളുടെ ഉമ്മയിലും വാപ്പയിലും അങ്ങയെപ്പോലെ ഒരു ഗുണം ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ. ചോദിക്കുന്നത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ആ ബൈത്ത് അങ്ങ് പാടി നോക്കിയാൽ അറിയാം, അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ആ അവിടുത്തെ ഉമ്മത്താകുന്ന നമ്മെക്കുറിച്ച് വേവലാതിപ്പെട്ട, ആവലാതി ബോധിപ്പിച്ച മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവരെ ആദരിക്കൽ, അവരെ കുറിച്ച് മദ്ഹ് പറയൽ, അവരെ കുറിച്ച് കീർത്തനങ്ങൾ ആലപിക്കൽ മുഅ്മിനായ മനുഷ്യന് ബാധ്യതയാണ്. നമുക്കറിയാം, മരണത്തിന്റെ വേളയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനയോടെ വിഷമിച്ച് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് അരികെ മകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുണ്ട്. ആ സമയത്ത് വീടിന്റെ വാതിലിൽ തട്ടുകേട്ടപ്പോൾ മഹാനായ തിരുനബി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളോട് പറഞ്ഞു, മകളെ ആരാണ് വാതിൽക്കൽ വന്ന് തട്ടുന്നത്, ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. മഹദി ബീവി ഫാത്തിമ ചെന്ന് ചോദിച്ചു, ആരാണ്? ആ സമയത്ത് പുറത്തുനിന്ന് മറുപടി, അന അസ്രായീൽ, ഞാൻ അസ്രായീലാണ് എന്ന വാർത്ത കേട്ടപ്പോൾ മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി, കാലുകൾ ഇടറാൻ തുടങ്ങി, കണ്ണുകൾ ഇടറാൻ തുടങ്ങിയപ്പോൾ ഓടിച്ചെന്ന് വാപ്പയോട് പറഞ്ഞു, പിതാവേ അത് അസ്രായീലാണെന്നാ പറയുന്നത്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകൾ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞു. മകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ, മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ പിടിക്കാൻ കൽപ്പനയുണ്ട്, എന്ത് ചെയ്യണം? നബി തങ്ങളോട് ചോദിച്ചപ്പോൾ ആരംഭത്തിൽ നബി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെങ്കിൽ അത് ധിക്കരിക്കാൻ എനിക്ക് അധികാരമില്ല, നിങ്ങൾക്ക് റൂഹിനെ പിടിക്കാം. ഇത് പറഞ്ഞപ്പോൾ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നബി തങ്ങൾ പറഞ്ഞു, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ കൂടെ ഏത് സമയവും എന്നോട് കൂടെ ഉണ്ടായിരുന്ന ജിബ്രീലിനെ എനിക്കൊന്ന് കാണണം. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലുമായി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ അരികിൽ വന്നപ്പോൾ ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജിബ്രീലേ, വളരെ വിഷമം പിടിച്ചൊരു സമയമാണ്, ഞാൻ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന സമയമാണ്. ഈ ആവലാതി പിടിച്ച സമയത്ത് എനിക്ക് എന്തെങ്കിലും സമാധാനിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഒരുപാട് കാലം അങ്ങയോട് കൂടെ സഹവസിച്ചവനാണ് ഞാൻ. ഈ ഒരു വിഷമഘട്ടത്തിൽ അങ്ങയെ സമാധാനിപ്പിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അങ്ങയുടെ റൂഹിനെ സ്വീകരിക്കാൻ വേണ്ടി ഒന്നാം ആകാശം മുതൽ നബിയെ മലക്കുകൾ സഫായി കാത്തിരിക്കുന്നുണ്ട് നബിയെ. അങ്ങയുടെ റൂഹിനെ വാനലോകത്ത് സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ സഫായി കാത്തിരിക്കുന്നെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ തിരുദൂതർ ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ, എനിക്ക് സമാധാനമായില്ല ജിബ്രീൽ. രണ്ടാമതും ജിബ്രീൽ പറഞ്ഞു, നബിയെ, എങ്കിൽ അള്ളാന്റെ പ്രധാനപ്പെട്ട സൃഷ്ടികളിൽപ്പെട്ട ഹൂറുൽ സ്വർഗത്തിൽ അങ്ങ് കാത്തിരിക്കുന്നു നബിയെ. അങ്ങയുടെ റൂഹിനെ സ്വീകരിക്കാൻ ആകാശലോകത്ത് ഹൂറുൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇല്ല ജിബ്രീൽ, എനിക്ക് സന്തോഷം
സന്തോഷമായില്ല ജിബ്രീൽ. മൂന്നാമത് നബി തങ്ങളുടെ മനസ്സിന്റെ വേദന മനസ്സിലാക്കിയ ജിബ്രീൽ പറഞ്ഞു, നബിയേ, എങ്കിൽ ആ അവസാനമായിട്ട് എല്ലാവരും ഒരുമിച്ചുകൂടി മഹ്ശറയിൽ ഒരുമിച്ചുകൂടി നിൽക്കുന്ന സമയത്ത്, ആ ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത്, എല്ലാവരും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത്, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്ന ഘട്ടത്തിൽ, ആരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ ആദ്യമായി ശുപാർശ ചെയ്യപ്പെടുന്നത്, ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത്, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അങ്ങയുടെ ഉമ്മത്താണ് നബിയേ. അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് ആദ്യമായി സ്വർഗത്തിൽ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ആരംഭമുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ തിരുദൂതര് പറഞ്ഞു, ജിബ്രീൽ, എനിക്ക് സന്തോഷമായി ജിബ്രീലേ, എനിക്ക് സന്തോഷമായി ജിബ്രീലേ എന്ന് മഹാനായ തിരുനബി ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ അവസാനം പറഞ്ഞത് ഉമ്മത്ത് ആദ്യമായി സ്വർഗത്തിൽ പോകുന്നത് നബിതങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് സന്തോഷമായി. തീർന്നില്ല. മഹാനായ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബിതങ്ങളുടെ ചുണ്ട് മെല്ലെ ചലിക്കുന്നു. മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മിസ്വാക്ക് ചെയ്തു തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ആ ചുണ്ടുകൾ മന്ദിരിക്കുന്നത് എന്തെന്നറിയാൻ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവിടത്തെ ചെവി ആ റസൂലുള്ളാഹിന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചപ്പോ ലോകത്തിന്റെ ഗുരു പറയുന്നത് എന്താ? ആയിഷ, ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിന് എന്തോരു വേദനയാണ്, ആയിഷ, മരണത്തിന് എന്തൊരു വേദനയാണെന്ന് വിലപിക്കുന്നു യാ റസൂലല്ലാഹ്. ഈ സമയത്ത് ആയിഷ ബീവി മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകൾ കേട്ട് അന്താളിച്ചിരിക്കുന്ന സമയത്ത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ അസ്രായീലിനോട് ചോദിച്ചു, അസ്രായീലേ, ഇതേപോലത്തെ വേദന എന്റെ ഉമ്മത്തിനുണ്ടാകുമോ? ഇതേപോലത്തെ വേദനയാണോ മരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനുള്ളതെന്ന് ചോദിച്ചപ്പോ മഹാനായ അസ്രായീൽ പറഞ്ഞു, അല്ല നബിയേ, അല്ല അല്ല, അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് വെണ്ണയിൽ നൂലിട്ട് വലിക്കുന്നത് പോലെയാണ് നബിയേ. പക്ഷെ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹിനെ പിടിക്കുന്നത് ഒരു തുണിയിൽ മുള്ളിട്ട് വലിക്കുന്നത് പോലെ, തുണിയിൽ മുള്ളിട്ട് വലിക്കുന്നത് പോലെ പിടിച്ചു വലിച്ചുകൊണ്ടായിരിക്കും നബിയെ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹിനെ പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരംഭമുത്ത് മുഹമ്മദ് മുസ്തഫ അന്ന് അസ്രായീലിനോട് പറഞ്ഞതൊരു വാക്കാണ്. അസ്രായീലിനോട് പറഞ്ഞു, യാ അസ്രായീൽ, എന്റെ ഉമ്മത്തിന് അത്രയും വേദനയുണ്ടെങ്കിൽ ആ വേദനയുടെ പകുതി അല്ലെങ്കിൽ ആ വേദന മുഴുവനും ഞാൻ അനുഭവിച്ചു കൊള്ളാം അസ്രായീൽ. എന്റെ ഉമ്മത്തിനെ വേദനിപ്പിക്കല്ല, എന്റെ ഉമ്മത്തിന് അത്രയും വേദന കൊടുക്കല്ല അസ്രായീൽ. പറയുന്നത് ലോകത്തിന്റെ മുത്ത നമ്മുടെ നേതാവ് സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി മരിക്കുന്ന അന്തിമ നിമിഷത്തിൽ പോലും നാമാകുന്ന ഉമ്മത്തിനെ കുറിച്ച് വേവലാതിപ്പെട്ട, നാമാകുന്ന ഉമ്മത്തിനെ കുറിച്ച് ആവലാതിപ്പെട്ട ആ മുത്തിനെ സ്നേഹിക്കൽ പ്രിയപ്പെട്ട മുഅ്മിനേ നമുക്ക് ബാധ്യതയില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആരംഭ റസൂലിനെ എതിർക്കാൻ നിന്നാൽ സൂക്ഷിച്ചോ, നരകമാണവന്റെ വീട്, നരകമാണവന്റെ വീട്. ഈ മുത്തിനെ സ്നേഹിക്കാത്തവന് ജീവിതമില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അമല് നിസ്കാരമാണ്. നിസ്കാരത്തിൽ പോലും ഈ മുത്തിന്റെ പേര് പറയാതെ നിസ്കാരമില്ല. ഒരു മനുഷ്യൻ മുഅ്മിനാകണമെങ്കിൽ, ഷഹാദത്ത് ചെല്ലണമെങ്കിലും ഈ മുത്തിന്റെ പേര് പറയാതെ ലോകത്തൊരാളും മുഅ്മിനല്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചതും ആ റസൂലുള്ളാഹിന്റെ പ്രകീർത്തനങ്ങൾ ആലപിച്ചതും. അതിനുവേണ്ടി ഈ പ്രവൃത്തിയൊരുക്കിയ, ഇതിങ്ങനെ സംഘടിപ്പിച്ച സംഘാടകർക്ക് അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇതിനു വേണ്ടി സംഭാവന നൽകിയവരും ഇതിനുവേണ്ടി സഹകരിച്ചവർ, ഇതിനുവേണ്ടി സഹായിച്ചവർ, ഒരുപാട് ശാരീരികവും മാനസികവുമായി സാമ്പത്തികവുമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവർക്ക് നീ ഹിദായത്ത് നൽകണേ, റാഹത്ത് നൽകണേ, സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതുപോലെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തു നിർത്തുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.